പൊന്ന്യത്തിന്റെ പൊന്നായ പൊന്ന്യം നേന്ത്രവാഴപ്പഴം ഭൗമസൂചിക പദവിയിലേക്ക് കയറുന്ന പൊന്ന്യം നേന്ത്രന്റെ ഉൽപാദന വിപണനത്തിനായി ഗ്രീൻ ഗോൾഡ് ബനാന പദ്ധതിയുമായി കതിരൂർ പഞ്ചായത്ത്. പഞ്ചായത്തിൽ 47 ഹെക്ടർ സ്ഥലത്ത് നേന്ത്രവാഴ കൃഷി ചെയ്തു വരുന്നുണ്ട്. കതിരൂർ പഞ്ചായത്തിലെ പൊന്ന്യം, ചുണ്ടങ്ങാപ്പൊയിൽ, കക്കറ, കുണ്ടുചിറ ഭാഗങ്ങളിലും പന്ന്യന്നൂരിലും മൊകേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വ്യാപകമായി ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പരമ്പരാഗത കൃഷിരീതിയാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു വാഴയിൽ നിന്നുള്ള ഉൽപാദനശേഷി 10 കിലോ ആണ്. അത് 5 കിലോ കൂടി വർദ്ധിപ്പിക്കാൻ ശാസ്ത്രീയമായ കൃഷിരീതികളും വാഴകൃഷിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നേന്ത്രവാഴയിൽ നിന്ന് ഒരു വർഷം പരമാവധി 1.5 കോടി രൂപയാണ് അധിക വരുമാനമായി പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ഇതിനായാണ് കതിരൂർ പഞ്ചായത്ത് ഗ്രീൻ ഗോൾഡ് ബനാന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ നേന്ത്രവാഴ കൃഷിക്കാരെ വിവിധ വിഭാഗങ്ങളായി തിരിച്ച് അവർക്ക് മണ്ണ് പരിശോധന മുതൽ ശാസ്ത്രീയ കൃഷിരീതികൾ വരെ പരിശീലിപ്പിച്ച് ഉൽപാദനശേഷി 50% വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങൾ വിപണനം നടത്താനും ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കതിരൂർ ബ്രാൻഡിൽ വിപണിയിൽ എത്തിക്കാനും പഞ്ചായത്തിന് ആലോചനയുണ്ട്. വിദേശ വിപണി ലക്ഷ്യം വെച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പഞ്ചായത്ത് ബജറ്റിൽ പദ്ധതി വിഹിതത്തിൽ നിന്നും മറ്റ് വിവിധ ഏജൻസികളിൽ നിന്നുമായി ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് 1,35,00,000 കാർഷിക മേഖലയ്ക്ക് വകയിരുത്തിയിട്ടുള്ളത്. ഇതുവഴി കതിരൂരിന്റെ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കാനും കാർഷിക മേഖലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കും. ഒരു കാലത്ത് തലശ്ശേരിയുടെ കാർഷിക തലസ്ഥാനമായിരുന്നു പൊന്ന്യം. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും നേന്ത്രപ്പഴങ്ങളുമൊക്കെയാണ് തലശ്ശേരി മാർക്കറ്റിൽ ഏറെ വിറ്റിരുന്നത്. ഇന്നും വിപുലമായ രീതിയിൽ ഈ പ്രദേശങ്ങളിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നുണ്ട്. രുചിയിലും ഔഷധ ഗുണത്തിലും ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന നേന്ത്രപ്പഴങ്ങളിൽ ഏറെ മുന്നിലാണ് പൊന്ന്യം നേന്ത്രൻ എന്ന് കാർഷിക സർവകലാശാല നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരമ്പരാഗത കർഷകർ മാത്രമാണ് പൊന്ന്യം നേന്ത്രൻ കൃഷി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പൊന്ന്യം നേന്ത്രപ്പഴത്തിന് ഭൗമസൂചിക ലഭിക്കുക എന്ന ആശയത്തിലേക്ക് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം എത്തിയത്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സിൽ നിന്ന് പൊന്ന്യം നേന്ത്രന് ഭൗമസൂചിക പദവി ലഭിക്കാനാവശ്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ഗോൾഡ് ബനാന പദ്ധതിയുമായി കതിരൂർ പഞ്ചായത്ത് ഏറെ മുന്നോട്ടു പോയതായി കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ പറഞ്ഞു. സ്വർണ്ണ കളറുള്ള നേന്ത്രപ്പഴം, അതുപോലെ തന്നെ മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് സ്വാദിഷ്ടമായ പൊന്ന്യം നേന്ത്രം എന്ന് പറയുന്നത്. ഈ പൊന്ന്യം നേന്ത്രന് വിപുലമായ ഉൽപാദനവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് പഞ്ചായത്ത് വളരെ ശാസ്ത്രീയമായ പദ്ധതികൾക്ക് രൂപം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക സംസ്കൃതി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നൂതനമായ ശാസ്ത്രീയമായ പദ്ധതികൾ ഈ പുതിയ കാലത്ത് നടപ്പിലാക്കിക്കൊണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ ഉൽപാദനവും വിപണനവും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊന്ന്യം നേന്ത്രനെ ഗ്രീൻ ഗോൾഡ് ബനാനയെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കി വലിയ ഒരു വിപ്ലവം തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് തലശ്ശേരി മാർക്കറ്റിൽ പൊന്ന്യത്തെ പച്ചക്കറികളും പൊന്ന്യം നേന്ത്രക്കുലകളുമാണ് വിൽപ്പനയ്ക്ക് എത്തിയിരുന്നത്. ആയൊരു സംസ്കാരം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തു വരുന്നതെന്ന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കർഷകനുമായ K. നൂറുദ്ദീൻ പറഞ്ഞു. നമുക്കറിയാം, പൊന്ന്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പൊന്ന്യം നേന്ത്രൻ ഇന്ന് മാർക്കറ്റിൽ ഏറെ ഔഷധ ഗുണമുള്ളതും ഏറെ ഡിമാൻഡുമുള്ള ഒരു നേന്ത്രപ്പഴമാണ്. അതിൻ്റെ ഉൽപ്പാദനശേഷി ഏവറേജ് ഇപ്പോൾ 10 കിലോ ആണ്. അതിൻ്റെ ഉൽപ്പാദനശേഷി ഒരു വാഴയിൽ നിന്ന് 5 കിലോ, അതായത് 50% വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു പ്രൊജക്റ്റിനാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഗ്രീൻ ഗോൾഡ് ബനാന എന്ന പേരിൽ ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഇത് പൊന്ന്യം പ്രദേശത്തെ വാഴ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കി കാണുന്നത്. വർഷങ്ങളായി തന്റെ കുടുംബം നേന്ത്രവാഴ കൃഷി ചെയ്ത് വരികയാണെന്ന് കർഷകനായ PK രാജൻ പറഞ്ഞു. ഞാൻ മുന്നേ നാഷണൽ പെർമിറ്റ് ലോറി നടത്തിയ ആളാണ്. അതിപ്പോൾ ഒഴിവാക്കി മുഴുവൻ സമയം വാഴ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ഈ വാഴ കതിരൂർ കൃഷിഭവനും കതിരൂർ പഞ്ചായത്തും പൊന്ന്യം നേന്ത്രയുടെ തൈ തന്ന് വളർത്തിയതാണ്. ഇതിപ്പം വിളവെടുക്കാൻ പാകമായി കൊണ്ടിരിക്കുകയാണ്. വേണ്ട വിധത്തിലുള്ള മാർക്കറ്റിംഗ് സൗകര്യം ഇപ്പോഴില്ല.
ഗ്രാമിക ന്യൂസ് തലശ്ശേരി.